ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ ഷേക്ക് അടിക്കാമെന്നാണ് നോക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ് കട്ട് ചെയ്യാൻ, പൊളിച്ചെടുത്താൽ മതി. കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്, വെറും പാലല്ല, കട്ടിപ്പാൽ. ഇതിന് വേണം. ഇനി നമുക്ക് വേറെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തെന്ന് നോക്കാം. ഇനി വേണ്ടുള്ളതാണ് നമ്മുടെ പഞ്ചസാര. അപ്പം അത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കയാണ്. പിന്നെ നമുക്ക് പാൽപ്പൊടി വേണം. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് കാണിക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ നേരത്തെ കാണിക്കാമല്ലോ. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒറിജിനൽ കളർ നിങ്ങൾ കണ്ടോ? ക്യാമറയിൽ കാണുമ്പോൾ പെട്ടെന്ന് കിട്ടുമെന്നുള്ള എന്നാലും കണ്ടില്ല, ഇതാ ഒറിജിനൽ കളറാണ്. ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറൽ ആണ് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ച് ഓരോന്നായിട്ട് എടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പൂൺ വെച്ചിടുക. അപ്പം എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇവിടെ ഇടുന്നത്, അല്ല, ഞങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച് കട്ടിയാക്കി വെച്ച പാൽ ഇവിടെ ഉണ്ട്. ഇനി നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഒരു ചപ്പാത്തി കോൽ വെച്ച് ഉടച്ചെടുക്കാം. അപ്പം നമ്മൾ കട്ടിയാക്കി വെച്ച പാലിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അവരവരുടെ ഇതിന് വേണ്ടിയാണ്, ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഷേക്കിൻ്റെ പരുവത്തിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നല്ല കിച്ചടിയുടെ പരുവത്തിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പം നല്ലൊരു ഷേക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇതാണ് നമ്മുടെ ഷേക്കിൻ്റെ. നല്ല തിക്കും അല്ല, നല്ല ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. നമുക്ക് ഇനി ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം നമ്മളിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക്. നല്ല ഭംഗിയുണ്ട് ഗായ്സ്. നമുക്കിതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗി. നിങ്ങളിന്ന് ഉണ്ടാക്കാൻ നേരത്ത് നല്ലതുപോലെ അരയ്ക്കണം കേട്ടോ. നല്ലതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ്, പാല് കട്ടിയായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഒരു ഭംഗി കാണൂല, രസം കാണൂല. ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എനിക്കൊരു ബുദ്ധിമുട്ട് ഗൈസ്, ഇനി ഇത് ഞാൻ ഫുള്ള് കൊടുക്കണം തന്നെ പറ്റൂ. അപ്പം നമ്മളെല്ലാ ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഷേക്ക്, മിൽക്ക് ഷേക്ക്, ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നമുക്ക് ടേസ്റ്റ് നല്ല രസമാണ്, കളറും നല്ല രസമാണ്. അപ്പം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന ഇതേപോലെ നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ വരുന്നത്. സൈനിങ് ഓഫ്, ഇറ്റ്സ് സഞ്ജയ്.